ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് റംബൂട്ടാൻ അച്ചാറാണ് ഇടുന്നത്. അപ്പം കുറച്ച് റംബൂട്ടാൻ ഫസലപ്പം കൊണ്ട് തന്ന കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ഞാൻ എടുക്കുവാണേ. റംബൂട്ടാൻ ക്ലീൻ ചെയ്യുമ്പോൾ അറിയാമല്ലോ, കുറച്ചേ ഉള്ളൂ. ആ തോണ്ടെല്ലാം പോയി കഴിയുമ്പോൾ ശകലവേ ഉള്ളൂ റംബൂട്ടാനെ. അപ്പം റംബൂട്ടാൻ ഞാൻ കഴുകി വാരി കുറച്ച് നേരത്തേക്ക് വെള്ളം പോകാനായിട്ട് വെച്ചു. ഇതിനകത്ത് ശകലം പോലും വെള്ളത്തിൻ്റെ മയം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അച്ചാർ കേടാവുമല്ലോ. അപ്പം വെള്ളം വാരാനായിട്ട് ഞാൻ വെച്ച് കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാർ വേണ്ടവർ ഓർഡർ ചെയ്യണം കേട്ടോ, ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ. അപ്പം ഞാൻ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തത്. അപ്പം പാത്രം എടുത്ത് പാത്രം ചൂടായപ്പോഴത്തേക്കും നല്ലെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ അടികട്ടി ഇല്ലാത്ത പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. അല്ലാതെ വേറെ ഇത് കരിയുക വിറക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം കടുകും ഉലുവായും ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് 4 കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, എല്ലാ അച്ചാറുകളും ഉണ്ട് കേട്ടോ. മീനച്ചാറുണ്ട്, ഇറച്ചി അച്ചാറുണ്ട്, വെജിറ്റബിളുണ്ട്, നാരങ്ങ ഉണ്ട്, മാങ്ങ ഉണ്ട്, വെളുത്തുള്ളിയുണ്ട്, റംബൂട്ടാനുണ്ട്, അങ്ങനെ എല്ലാ അച്ചാറുകളും ഉണ്ട് കേട്ടോ. അച്ചാർ വേണ്ടവർ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ, നമ്പർ തരാവേ. അപ്പം ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി നല്ല പോലെ ബ്രൗൺ കളറാകുന്നിടം വരെ നല്ല പോലെ വഴറ്റണം കേട്ടോ. ഇങ്ങനെ ഇത്രയും വഴറ്റിയിട്ട് നമ്മൾ അതിനകത്ത് മസാല എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാളാകുമ്പോഴത്തേക്കും ഇത് അഴുക്കായിപ്പോവും. ഇത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നാളേറെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. വെള്ളമയമില്ലാതെ നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ കുറേ നാൾ നല്ലപോലെ നിന്നോളും. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു കെമിക്കലോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടി ഒരു സാധനവും ചേർക്കുന്നില്ല. എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഒരു സാധനങ്ങളും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ മസാല എല്ലാം ഇട്ട് കൊടുത്താണ്. അപ്പം മസാല ഇട്ടപ്പോഴത്തേക്ക് ഞാൻ സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം മസാല ഒരുവിധം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് ഒന്നും കൂടെ നല്ലപോലെ വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് വിനാഗിരിയും പഞ്ചസാര ഉപ്പുമാണ് ചേർക്കേണ്ടത്. അപ്പം ചോദിക്കും, വിനാഗിരി ഒഴിക്കുന്നത് കെമിക്കലല്ലേ? വിനാഗിരി എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. നമ്മളിപ്പം ഈ ഉണ്ടാക്കുന്ന അച്ചാർ മൊത്തം ഒരാളല്ലല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശകലമേ നമുക്കതിനകത്ത് ഇത് വരത്തുള്ളൂ, അല്ലാതെ വേറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ, കേടാകാനായിട്ട്. അപ്പം അച്ചാർ വേണ്ടവർ ഒക്കെ ഓർഡർ തരണം. കൊറിയറാണല്ലോ അയച്ചു തരുന്നതാണ്. ഉപ്പും പഞ്ചസാരയുമാണ് ഇടുന്നത്. ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം റംബൂട്ടാൻ അതിലോട്ട് ഇടാനായിട്ട്. റംബൂട്ടാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. തെറ്റിപ്പോവുക. റംബൂട്ടാൻ ഇട്ട് കഴിഞ്ഞിട്ടേ ഒത്തിരി നേരം നമ്മൾ അടുപ്പത്തിട്ട് വേവിക്കുകയൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ അത് കണ്ടമാനം അങ്ങ് വെന്ത് പോയാലേ കൊള്ളത്തില്ലല്ലോ. അപ്പം പെട്ടെന്ന് ഓഫ് ചെയ്യണം കേട്ടോ. റംബൂട്ടാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിള്ളേരുടെ എല്ലാം ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മുടെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാനേ വന്നപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പം റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വേണ്ടവർ ഓർഡർ ചെയ്തോളുക, മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നമ്പർ തരാം.